നമസ്കാരം. വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ കന്നി ലോക്സഭാ പ്രസംഗം തീപ്പൊരി പാറിച്ചു. പാർലമെന്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു തുടങ്ങിയ പ്രിയങ്ക അദാനി കർഷക മണിപ്പൂർ സമ്പൽ വിഷയങ്ങൾ ഉയർത്തി കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചു. ഒരു വേളയിൽ പ്രസംഗത്തിൽ ഇടപെട്ട ചർച്ച ഭരണഘടനയിന്മേലാണെന്നടക്കം സ്പീക്കർ ഓർപ്പിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് അട്ടിമറി നീക്കങ്ങളടക്കം സഭയിൽ ആദ്യ പ്രസംഗത്തിൽ ഉന്നയിക്കാൻ പ്രിയങ്കയ്ക്ക് കഴിഞ്ഞുവെന്നത് ശ്രദ്ധേയം. ഭാരതത്തിൻ്റേത് പുരാതന സംസ്കാരമാണ്. വേദങ്ങളിലും പുരാണങ്ങളിലും സൂഫി ഗ്രന്ഥങ്ങളിലുമെല്ലാം നമ്മളുടെ പാരമ്പര്യം പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. രാജ്യത്തിൻ്റെ ശബ്ദമാണ് ഭരണഘടന. നമ്മുടെ ജനതയ്ക്ക് തുല്യതയും ശബ്ദമുയർത്താനുള്ള അവകാശവും ഭരണഘടന നൽകുന്നു. എന്നാൽ പലയിടങ്ങളിലും ദുർബല ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നതായാണ് കാണപ്പെടുന്നത് എന്ന് പ്രിയങ്ക ഗാന്ധി അഭിപ്രായപ്പെട്ടു. സമ്പൽ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ച പ്രിയങ്ക കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തെ കണ്ടതും സഭയിൽ പരാമർശിച്ചു. കൊല്ലപ്പെട്ടത് വലിയ സ്വപ്നങ്ങളുള്ളവരായിരുന്നു. 17 വയസ്സുള്ള അദ്നാൻ എന്ന കുട്ടി ഡോക്ടറാകണമെന്ന ആഗ്രഹം പങ്കുവച്ചതായും അവർ പറഞ്ഞു. ഭരണഘടന നൽകുന്ന ശക്തിയെയാണ് അവനെക്കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. ഈ സർക്കാർ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ എന്തൊക്കെ തന്ത്രങ്ങൾ BJP പ്രയോഗിച്ചു? ഈ സർക്കാർ എന്തുകൊണ്ട് ജാതി സെൻസസിനെ ഭയക്കുന്നുവെന്ന ചോദ്യമുയർത്തിയ പ്രിയങ്ക ഗാന്ധി ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ എല്ലാ വഴികളും ഈ സർക്കാർ തേടുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി. ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള ശ്രമത്തെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ചെറുക്കുമെന്നും പ്രിയങ്ക സഭയിൽ ആവർത്തിച്ചു. അദാനി വിഷയം സഭയിൽ ഉയർത്തിയ പ്രിയങ്ക ഒരു വ്യക്തിക്ക് വേണ്ടി കേന്ദ്രം എല്ലാം അട്ടിമറിക്കുകയാണെന്നും കുറ്റപ്പെടുത്തുകയും ചെയ്തു. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ജനത്തെ വരിഞ്ഞു മുറുക്കുന്ന വേളയിലും സർക്കാർ പിന്തുണയ്ക്കുന്നത് അദാനിയെയാണ്. കർഷകരെ കേന്ദ്രം ഉപേക്ഷിച്ചിരിക്കുന്നു. ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ജനതയെ മോദി സർക്കാർ വഞ്ചിക്കുകയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയാണ്. സമ്പദ് വ്യവസ്ഥയെ ദുർബലമാക്കിയിരിക്കുകയാണ്. വാഷിംഗ് മെഷീൻ സർക്കാരായി മോദി സർക്കാർ മാറിയെന്നും പ്രിയങ്ക തന്റെ കന്നി പ്രസംഗത്തിലൂടെ കേന്ദ്ര സർക്കാരിനെ പരിഹസിച്ചു. ഇതോടെ സ്പീക്കർ ഇടപെട്ടു. ഭരണഘടനയെക്കുറിച്ചാണ് ചർച്ചയെന്ന് പ്രിയങ്കയെ സ്പീക്കർ ഓർമ്മിപ്പിച്ചു. ഭരണഘടനയെ വഞ്ചിക്കുന്നതിനെതിരെ രൂക്ഷമായ പ്രതിഷേധമുയർത്തുമെന്ന് പ്രിയങ്ക മറുപടി നൽകി. ബാലറ്റ് പേപ്പറിലൂടെ തിരഞ്ഞെടുപ്പ് നടത്താൻ ധൈര്യമുണ്ടോ എന്ന് പ്രിയങ്ക ഭരണപക്ഷത്തോട് ചോദിച്ചു. സത്യം പറയുന്നവരെ ജയിലിലിടുന്നു. പ്രതിപക്ഷ നേതാക്കൾ, മാധ്യമപ്രവർത്തകർ, പ്രതിപക്ഷ നേതാക്കൾ, മാധ്യമപ്രവർത്തകർ, ആക്ടിവിസ്റ്റുകൾ എല്ലാവരെയും ജയിലിലിടുന്നു. അന്വേഷണ ഏജൻസികളെ പ്രതിപക്ഷത്തെ നിശബ്ദരാക്കാൻ ഉപയോഗിക്കുന്നു. ഭയത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അദാനി വിഷയത്തിൽ ചർച്ച നടത്താൻ സർക്കാരിന് ഭയമാണെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി. ലോക്സഭയിൽ ഭരണഘടനയിന്മേൽ നടക്കുന്ന ചർച്ചകൾക്ക് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് തുടക്കമിട്ടത്. നവീന ഇന്ത്യയുടെ രൂപീകരണത്തിൽ ഭരണഘടനയ്ക്ക് വലിയ സ്ഥാനമുണ്ടെന്നും ഇന്ത്യയുടെ ജീവനാഡിയാണ് ഭരണഘടനയെന്നും രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. കോൺഗ്രസിനെതിരെ രാജ്നാഥ് സിംഗ് രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഭരണഘടന അട്ടിമറിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചുവെന്ന് വിമർശിച്ച് രാജ്നാഥ് സിംഗ് ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് മനസ്സിലാകുമെന്നും വാദിച്ചു. ഭരണഘടനാ സംരക്ഷണമെന്ന മുദ്രാവാക്യം കോൺഗ്രസിന് ചേരില്ലെന്നും ഭരണഘടനയെക്കുറിച്ച് വാചാലരാകാൻ കോൺഗ്രസിന് നാണമില്ലേ എന്നും മന്ത്രി ചോദിച്ചു.